Hello dears, I am your Divya Sajid from Divu's Happiness Hub. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. കുട്ടികളെ നമുക്ക് എളുപ്പത്തിൽ മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അവരെല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് പെട്ടെന്ന് അവർ അനുകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ലേണിംഗ് എബിലിറ്റി കൂട്ടിക്കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും. അവർക്ക് അവരാദ്യം കണ്ടു പഠിക്കും, പിന്നെ അത് കേട്ട് പഠിക്കും, പിന്നെ അതൊരു എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ കുട്ടികളുടെ ഏറ്റവും നല്ല റോൾ മോഡൽ നമ്മൾ പാരൻസ് തന്നെയാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറേ നല്ല കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അവരെ നമ്മൾ സത്യസന്ധത പഠിപ്പിച്ചു കൊടുക്കുക. ബി ഹോണസ്റ്റ്. അതായത് എന്താണ്, എപ്പോഴും സത്യമായിട്ട് ഏത് സാഹചര്യമായാലും സത്യത്തെ കൈവിടാതിരിക്കാൻ അവരെ നമ്മൾ പ്രാപ്തരാക്കണം. അത് അവരിൽ ബന്ധങ്ങളിൽ നിലനിർത്താനും വിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. അപ്പോൾ കുട്ടികളെ നല്ല സത്യസന്ധരായിട്ട് നമ്മൾ വളർത്തിയെടുക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ അവരെ ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം. മുതിർന്നവരെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റും അവരെ പഠിപ്പിച്ചു കൊടുക്കണം. സ്വയത്തിനോട് നമ്മളോട് റെസ്പെക്ട്സ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരോടും റെസ്പെക്റ്റ് ഉണ്ടാകുന്നു. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ആണെന്നല്ലോ. അപ്പോൾ കുട്ടികളെ ബഹുമാനിപ്പിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ നമ്മൾ കുട്ടികളെ ബാധ്യസ്ഥരാക്കണം. ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചു. അത് കുഞ്ഞു പ്രായത്തിൽ 2-3 വയസ്സാകുമ്പോൾ തന്നെ റെസ്പോൺസിബിലിറ്റീസ് കുട്ടികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാനും, ഒരു സാധനം എടുത്താൽ അത് എടുത്ത് കൊണ്ടുവെക്കാനും, അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് പൊട്ടുകയോ അല്ലെങ്കിൽ കാണാതാവുകയോ ചെയ്താൽ അത് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ് എന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു ഉത്തരവാദിത്തം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുമുണ്ട്, എന്താണ്, ഈ രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്കും വേദന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ കുട്ടിയുടെ ഒരു സാധനം കാണാതാകുകയോ അല്ലെങ്കിൽ കുട്ടി വച്ചിടത്ത് കണ്ടില്ല എന്ന് വരുമ്പോഴേക്കും കുട്ടി മുതിർന്നവരോട് ചോദിക്കുമ്പോൾ അത് നിന്റെ സാധനം നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവനെ നമ്മളൊന്ന് സഹായിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ വരുമ്പോൾ നമ്മൾ തിരയുമ്പോൾ അവൻ കൂടെ വന്ന് നമ്മളെ സഹായിക്കേണ്ട മനസ്സ് അവന് തോന്നും. അപ്പോൾ കുട്ടികളെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുപ്പിക്കാനായിട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അനുകമ്പ, ദയയൊക്കെ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ കാണുമ്പോൾ വളരെ ഇപ്പം നമ്മൾ 1-2 കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവർ മറ്റു കുട്ടികളോടൊന്നും പരസ്പര സ്നേഹമില്ലാതെയൊക്കെ പെരുമാറുകയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലും ഡേ കെയറിലും ഒക്കെ പോകുമ്പോൾ എന്താണ്, കുട്ടികളായിട്ടുള്ള ഒരു ഇടപെടലൊക്കെ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അനുകമ്പയും സ്നേഹവും ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പം മറ്റ് കുട്ടികളെ സ്നേഹിക്കാനും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാനും തിരിച്ചും കുഞ്ഞിന് അങ്ങനെയുള്ള നല്ല മനസ്സുണ്ടാക്കി കൊടുക്കാനും നമ്മൾ അവരെ പ്രാപ്തരാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ വീട്ടിൽ നമ്മൾ മുതിർന്നവരോട് നമ്മൾ കയർത്ത് സംസാരിക്കുകയോ ഉച്ചത്തിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടി അത് കണ്ടുപഠിക്കും. അപ്പോൾ അതൊക്കെ മാറ്റി ദയയോടും സ്നേഹത്തോടും അനുകമ്പയോടും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുഞ്ഞ് അത് നമ്മളെ കണ്ടുപഠിച്ച് അവനും അതുപോലെ നന്നായിട്ട് പെരുമാറാനും ഒക്കെ ശ്രമിക്കും. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്ദിയുള്ളവരാക്കി വളർത്തുക. എപ്പോഴും അവന് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക, നമുക്കുള്ളതിനെല്ലാം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഈശ്വരനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ താങ്ക് ഗോഡ് അല്ലെ, എനിക്ക് നല്ല പാരൻസിനെ തന്നതിന്, അല്ലെങ്കിൽ എൻ്റെ നല്ല ബിഹേവിയറിന്, എൻ്റെ നല്ല സ്വഭാവത്തിന് ഒക്കെ ഗ്രേറ്റ്ഫുൾ ആകാനായിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളിലുള്ള എല്ലാ വസ്തുക്കൾക്കും നന്ദിയുള്ളവരായിട്ട് വളരാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഒക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും നമ്മൾ സ്നേഹിക്കണം. പ്രകൃതിയുമായി കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പാരൻസും കുട്ടികളോട് നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് ഏറ്റവും ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള നല്ല അനുഗ്രഹം തന്നതിന്, നമ്മുടെ മക്കളെ തന്നതിന് ദൈവത്തോട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ മക്കളോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അവരെ ഉള്ളത് കൊണ്ടാണ് നമ്മളെ പാരൻസ് ആയിട്ട് മാറിയത്. അപ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ നല്ലൊരു പങ്ക് വഹിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇന്നത്തെ കാലത്തിൽ കുട്ടികളുടെ ഫീലിങ്സും ഇമോഷൻസൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവരെല്ലാവരും, നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ യുഗത്തിലായതുകൊണ്ട് ഫോണിലും
ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് ഫീലിങ്സിൻ്റെ ആ ഒരു അഭാവം ഉണ്ട്. ഇമോഷൻസ് ഒന്നും എന്താണെന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ എപ്പോഴും നമ്മൾ പ്രാപ്തരാക്കി കൊടുക്കുക, നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. ഏറ്റവും വേഗത്തിൽ കുട്ടികളെ ഏറ്റവും മികച്ചതാക്കി എടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ കുഞ്ഞിലേ മുതൽ തന്നെ കുട്ടികളുടെ സ്വഭാവ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച വ്യക്തിത്വമുള്ള വ്യക്തിയായിട്ട് കുട്ടിയെ മാറ്റാൻ നമുക്ക് സാധിക്കും. ഇത് നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന കാര്യമാണ്. നിങ്ങളിത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐ ആം യുവർ ദിവ്യ സജിത് ഫ്രം ദിവൂസ് ഹാപ്പിനെസ് ഹബ്. താങ്ക് യു ഓൾ.